രക്ഷാപ്രവർത്തനം 4-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോൾ ആ രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയാൻ സാധിക്കും. അതിന് കാരണമായി 2 JCBകൾ സംഭവ സ്ഥലത്ത് എത്തിയിരിക്കുന്നു. അതിലൊന്ന് ഈ മെഡിക്കൽ ഷോപ്പിന്റെ 2-ാം നില പൊളിച്ചുകൊണ്ട് അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമമാണ് ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നത്. മറുഭാഗത്ത് ഈ കെട്ടിടത്തിന്റെ മേൽക്കൂരകൾ തകർത്തുകൊണ്ട് അതിന്റെ അകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമം നടക്കുന്നു. ഏതാണ്ട് 4 മണിക്കൂർ പിന്നിടുമ്പോഴും അതിന്റെ അകത്ത് വലിയ രീതിയിൽ തീ ആളി പടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ രക്ഷാപ്രവർത്തനം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നു എന്ന് നമ്മൾ പറയാൻ കാരണം. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഇപ്പോൾ പറയാനുള്ളത് ഈ മേൽക്കൂരകൾ തകർത്തുകൊണ്ട് അതിനകത്തേക്ക് വെള്ളം പമ്പ് ചെയ്യാനുള്ള ശ്രമമാണ്. അത് ഇനിയും വൈകിട്ടുണ്ടെങ്കിൽ ഈ തീ അണയ്ക്കാൻ അല്ലെങ്കിൽ തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയില്ല എന്ന നിഗമനത്തിൽ ഫയർഫോഴ്സ് എത്തിയിരിക്കുകയാണ്. അതിന്റെ അടിസ്ഥാനത്തിലാണ് 2 JCBകൾ നിലവിൽ ഇവിടെ എത്തിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചുകൊണ്ട് ആദ്യം മെഡിക്കൽ ഷോപ്പിന്റെ 2-ാം നിലയിലെ ചില്ല് തകർത്തിരുന്നു. ആ ഭാഗത്ത് വലിയ രീതിയിൽ തീ ആളിക്കത്തുന്നുണ്ടായിരുന്നു. ആ ചില്ല് തകർത്ത ശേഷം വെള്ളം അകത്തേക്ക് ഇടത് ഭാഗത്തു നിന്നും പമ്പ് ചെയ്യുന്നതാണ് ഒരു ഭാഗത്ത് കാണുന്നത്. മറുഭാഗത്താണ്, അതായത് കെട്ടിടത്തിന്റെ വലതുഭാഗത്താണ് JCB ഉപയോഗിച്ചുകൊണ്ട് ഈ മേൽക്കൂരകൾ തകർക്കുന്നത്. ഇത് തകര ഷീറ്റുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ മേൽക്കൂരകൾ നിർമ്മിച്ചിരിക്കുന്നത്. അത് പലതവണ തകർക്കാൻ ശ്രമിച്ചെങ്കിലും, വെള്ളം പമ്പ് ചെയ്തുകൊണ്ട് തകർക്കാൻ ശ്രമിച്ചെങ്കിലും അതെല്ലാം അസ്ഥാനത്തായി പോകുകയായിരുന്നു. അങ്ങനെ ആ സാഹചര്യത്തിൽ വന്നതോടെയാണ് ഇപ്പോൾ JCBകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ മേൽക്കൂരകൾ തകർക്കുന്നത്. അതിനുശേഷം ആ ഗ്യാപ്പിലൂടെ വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്യാനാകുമെന്ന നിഗമനത്തിലാണ് ഇപ്പോഴും ഫയർഫോഴ്സ് യൂണിറ്റുകൾ ഉള്ളത്.